ഇത് സത്യത്തിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ, വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പ്രത്യേക ജാതി ആൾക്കാരുണ്ടല്ലോ, SNDP, അത് അവരാണ് സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സുള്ള വിഭാഗം എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ മന്ത്രിമാർക്കും അറിയാം, ഇവിടുത്തെ മുസ്ലിം ലീഗിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോ ഈ വെള്ളാപ്പള്ളിയെ അങ്ങനെ തഴയുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പക്ഷേ ഇപ്പോഴത്തെ ചില കാര്യങ്ങളുടെ ബലത്തിൽ ഇപ്പോ രണ്ട് മന്ത്രിമാരാണ്, അതായത് രമേശ് ചെന്നിത്തലയും ലിജുവുമാണ് ഏതോ രണ്ട് പരിപാടിയിൽ വെള്ളാപ്പള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ആ വഴിക്ക് ചെന്നില്ല. പക്ഷെ ഇവർ തന്നെ, അതായത് മന്ത്രി ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് രമേശ് ചെന്നിത്തല, തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ആരേനെ ബോധിപ്പിക്കാനാണ് ഈ വെള്ളാപ്പള്ളിയെ ഒന്നിങ്ങനെ അകറ്റി നിർത്തുന്നത് എന്നാണ് ചോദ്യം. അത് ഊഹിച്ച എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിനെ തൽക്കാലം ഒന്ന് പോളിഷ് ചെയ്ത് നിർത്തണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? അത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടും, ആർക്കും എടുത്ത് കേൾക്കാൻ സാധിക്കും. അതും കേൾക്കുക. 1982 AK ആന്റണി പറഞ്ഞ കുറച്ച് വാചകങ്ങളും ഇപ്പോഴും കിട്ടും, അതും കേൾക്കുക. അപ്പോ അതിൽ ആര് പറഞ്ഞതാണ് കുഴപ്പം? അന്നത് പറയുമ്പോ ആ പ്രശ്നമൊക്കെ ഉണ്ടായി, ആന്റണിയെ ഡൽഹിക്ക് ഓടിച്ചു, പിന്നെ ആന്റണി കേരളത്തിൽ നിന്നിട്ടില്ല. അതുമാതിരി വെള്ളാപ്പള്ളി അപ്പൊ എങ്ങോട്ടും ഓടിക്കാനൊന്നും പറ്റില്ല. അത് കാരണം വേറെ എന്തെങ്കിലും അംഗം വെട്ടുക, അതല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ പോലും ഈ പറയുന്ന വ്യക്തികൾക്ക് സാധിക്കാത്ത കാരണമാണ് അത് മതമാക്കി പറയുന്നത്. എന്നാൽ ശരിയായ മതം പറഞ്ഞ വ്യക്തി ഇന്ന് മന്ത്രിയായിട്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നം ഇവിടെ ആർക്കും ഇല്ലതാണ്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പാണ് നമ്മൾ കേരള ജനത ചർച്ച ചെയ്യേണ്ടത്. കാരണം വെള്ളാപ്പള്ളി എന്തു പറഞ്ഞു? ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കിട്ടാത്ത കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അത് ഒരു പ്രത്യേക ജില്ലയിൽ പോകുമ്പോഴാണ് അത് കൂടുതൽ സംഭവിക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടേ ആൾമോസ്റ്റ് AK ആന്റണിയും പറഞ്ഞു, പക്ഷെ AK ആന്റണി അന്ന് ഡൽഹിക്ക് ഓടിയെന്ന് മാത്രം.